9, 10, 11, 12. മൊത്തം 15 പേരുണ്ട്. എന്നിട്ട് ദിവസം ഇടുന്നതോ 12 മുട്ട. തവിടും പിണ്ണാക്കും വെട്ടി വിഴുങ്ങുമ്പോ ആർക്കും ഒരു പിശുക്കും ഇല്ലല്ലോ. അല്ല, എന്തിനാ നിന്നൊക്കെ പറയുന്നേ? ആ അറവുകാരൻ ചെറിയാൻ 1ക്ക് 25 രൂപ വെച്ച് വില പറഞ്ഞതാ. അപ്പൊ ഞാൻ ഊഹൊന്ന് മൂളിയതാ നിനക്കൊക്കെ അത്ര വളായത്. ദേ ചീത്ത പറയുമ്പോ തിരിച്ചു ചീത്ത പറഞ്ഞാണ്ടല്ലോ. എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് കരുതരുത്. ആ കഷ്ടി 9 ലിറ്റർ. പുരുഷൻ ചേട്ടാ, ഒന്നുകൂടി കറന്നു നോക്കൂ. ഇനി കറന്നാ ചോര വരും. ചോര കറന്ന എനിക്ക് ശീലല്ല. ഓക്കെ. ആ ബ്രോക്കർ കുഞ്ഞാപ്പിയുടെ തലയിൽ കല്ല് മഴ പെയ്യത്തേ ഉള്ളൂ. രാവിലെ 15 ലിറ്റർ, വൈകിട്ട് 10 ലിറ്റർ. എന്തൊക്കെ പറഞ്ഞതിന് എന്റെ തല കെട്ടിവെച്ചത്. ആ പിള്ളയാടെ അമ്മാവന്റെ കടയിൽ പാല് വെക്കാൻ ഓർഡർ ഉണ്ട്. അതാ ഒരു സമാധാനം. ഇപ്പൊ ആശ്വാസായി. അയാളുടെ അമ്മാവന്റെ കടയിലേക്കുള്ള പാലായി. അച്ഛനോട് ചായ ഉണ്ടാക്കിയ ചെറുക്കനെ വിളിച്ചോണ്ടോ പറഞ്ഞിട്ട് മണിക്കൂർ രണ്ടായല്ലോ. അവരുടെ ക്ലാസ് പരീക്ഷ ഉള്ളതാ. ഞാൻ വിളിച്ച അവൻ എണീക്കില്ല മോളെ. ഓ എണീക്കത്തില്ല മോളെ എന്ന് പറഞ്ഞ അവനെ വിളിച്ചോണ്ടേണ്ട ഉത്തരവാദിത്തം തീർന്നല്ലോ. ഇപ്പൊ കാണിച്ചില്ല. അവനാണ് ആസനത്തിൽ സൂര്യ ചൂടിച്ചാൽ എണീക്കത്തില്ല. ദേവാ ആഹാ എണീക്കണം, എണീക്കാൻ. ചേച്ചി എന്നെ വിളിച്ചത് നന്നായി, അല്ലേ ഞാനങ്ങ് ഉറങ്ങിപ്പോയനെ. അവന്റെ ഒരു വേഷം കെട്ടില് പോരുന്ന് പഠിക്കണം. ചായ 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 ചായ. ആ ചായ വന്നല്ലോ. കൊച്ചമ്പര എണീറ്റോ? ചായ കുടി. ഈ ചേച്ചി എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല അച്ഛാ. അച്ഛൻ ഇന്നും പാലും പഞ്ചസാരയും ചായ കൂടെ ഒന്നിച്ചിട്ട് തിളപ്പിച്ചല്ലേ? എളുപ്പമുണ്ടല്ലോ. പക്ഷെ കുടിക്കാൻ സ്വാദ് വേണ്ടേ ചാ? അയ്യോ, പശുവിനെ വെച്ചിവിടെ മറന്നു. ദേ അഴിച്ചു വിടുന്നൊക്കെ കൊള്ളാം. എന്റെ കപ്പയും വഴിയൊന്നും തൊട്ടു പോകരുത്. വല്ലോം തരണേ അപ്പുറത്തെ പഞ്ഞിക്കാരന്റെ പറമ്പി പോയി തിന്നോളണം കേട്ടോ. മോളെ, നീ എന്നും പശുവിനെയും കോഴിയും വെല്ലവന്റെ പറമ്പ് തള്ളി വിടരുത്. എന്നാലേ എന്റെ പശുവിന്റെ മേയൻ അച്ഛൻ സ്വന്തമായി കുറെ പറമ്പിങ് വാങ്ങിത്താ. എടി, ആ പഞ്ഞിക്കാരനെങ്ങാനും ലീവിൽ വന്നാൽ നിന്റെ പശുവിന്റെയും കിടാവിന്റെയും എല്ല് ബാക്കി കിട്ടില്ല. 10-12 വർഷമായിട്ട് പട്ടാളത്തുനിന്ന് ലീവ് കിട്ടാത്ത ആളാ. പറമ്പി പശുകറി എന്ന് പറഞ്ഞ ഉടൻ ലീവ് കിട്ടാ. നീ ധൈര്യമായി പോയി മേഞ്ഞോടി. മര്യാദക്ക് പോയിരുന്നു പഠിച്ചോ, അല്ലെങ്കിൽ അവളെ ചീത്ത കേൾക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. എന്റെ കാര്യം വിടും. അച്ഛന് ചീത്ത കിട്ടാ നോക്കിയാ മതി. ഓ അച്ഛൻ ഇറങ്ങിയിട്ട് വരാം മോളെ. അച്ഛൻ ഇന്ന് പുഴക്കരെ പോയെന്നെങ്ങാനും ഞാൻ അറിഞ്ഞ. മോളെ, അച്ഛൻ ഇന്നു മുതൽ ഈ നിമിഷം കൂടി നിർത്തി. ഇത് സത്യം സത്യം സത്യം. അച്ഛൻ ഇങ്ങനെ എന്നും കള്ളസത്തിട്ടാ എന്റെ അമ്മക്ക് നേരത്തെ പോയത്. ഇനി എന്നെയും കൊല്ലല്ലേ മോളെ. ഞാൻ വെറുതെ പറഞ്ഞല്ല അച്ഛാ. സ്കൂളിൽ കൊണ്ടുവരാനുള്ള മുട്ട പറിച്ചിട്ടില്ലേ ചേച്ചി? പരീക്ഷ തോറ്റിട്ടിങ് വാടാ. അപ്പൊ ഞാൻ പൊരിക്കുന്നുണ്ട്. ആ പിന്നെ വൈകിട്ട് സ്കൂളിൽ വിട്ട കാള കളിച്ച് നടന്നേക്കരുത്. നമുക്ക് ചന്തയിൽ പോകാനുള്ളതാ. ഗംഗേ, അച്ഛൻ പച്ചക്കറി വാങ്ങി പകല് 20-80 തരാനുണ്ട് കേട്ടോ. ഒരു 100 രൂപ തരാണ്ട് ചോദിക്കുന്ന മനസ്സിലാക്കാം അല്ലേടാ. ഇതുവരെ 20 രൂപ നാടില്ലല്ലോ. അതെ അതെ അതെ. നീ രാവിലെ ഒന്ന് പറഞ്ഞു ഒട്ടും കൊഴുപ്പില്ല. ചായ കുടിച്ചാടും കൂടെ എന്നെ ആ ചീത്ത പറയണം. നല്ല കൊഴുപ്പുള്ള പാല് വേണേ അത് ഞാൻ തരാം. പക്ഷെ പാലില് മണ്ണര ഇട്ടെന്നിരിക്കും. ഇതിപ്പോ കൊഴുപ്പില്ലെങ്കിൽ എന്താ, നല്ല ശുദ്ധമായ പാലല്ലേ അല്ലടാ. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് രാഘവേട്ടാ? ഓ നഷ്ടോ മോളെ. അളവും തൂക്കൊന്നും പിടിയില്ലാത്തവരെ ആ പണി ഏൽപ്പിച്ച അങ്ങനെ ഇരിക്കും. 25 മുട്ടയുണ്ട്. 25-ന് 1.50 വെച്ച് 37 രൂപ 50 പൈസ എങ്ങെടുത്തോ. മോളെ, മുട്ടയ്ക്ക് ഇപ്പൊ 1.40 ഉള്ളൂ. മാർക്കറ്റൊക്കെ ഇടിവാ. ദിവസം മാർക്കറ്റ് ഇടിയ മുട്ട എന്താ സ്വർണ്ണോ അതോ വെള്ളിയോ? എന്നാ 1.45 വെച്ച് തരാം. ഇവിടെ വേറെ കുറെ കടയുണ്ട് കേട്ടോ. തട്ടിക്കളയാറായില്ലേ ഇതിന്? കേക്കട്ടെ. മോളെ 37 രൂപ. ഇതിന്റെ കൂടെ ഒരു 50 പൈസ കൂടി തികച്ചിങ്ങട്ടാ. രാഘവേട്ടാ, ഈ ലോഡം നിറക്കിക്കേ. ഗംഗ ഇതുവരെ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ ഒരു വീടിന്റെ അമ്മയാ. അച്ഛനും
എന്റെ ദേവനും അടങ്ങുന്ന വീടിന്റെ അമ്മ. എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെ സ്നേഹിക്കുന്ന ഒരാൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ ഞാൻ സ്നേഹിക്കും, കെട്ടു. അതിനപ്പുറം ജീവിതത്തെക്കുറിച്ചൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. ഗംഗേ, എനിക്കതിന് കഴിയില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? എങ്കിൽ വീട്ടിൽ വരൂ, അച്ഛനോട് സംസാരിക്കൂ. അല്ലാതെ പ്രേമിച്ച് നടക്കാനൊന്നും ഗംഗ കിട്ടില്ല. അച്ഛനെയും ദേവനെയും വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. ചേച്ചി, പോവാം, വാ. ചേച്ചി, എന്താടാ? ഞങ്ങളാ സോറി എന്തേട്ടാ, ആരോ നടന്നു വരുന്ന കണ്ടപ്പോ ഞാൻ. അയാളുടെ ഫോട്ടോ കിട്ടിയെന്നുള്ള നിന്റെ മെസ്സേജ് കിട്ടിയപ്പോഴേ ഞങ്ങൾ പുറപ്പെട്ടു. ഇനിയിപ്പോൾ ആളെ കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. ഈ സ്ഥലം എങ്ങനെ കണ്ടെത്തി? എവിടെയും മറഞ്ഞു നിന്നാണല്ലോ നീ പടം നയിക്കാറ്. അപ്പോൾ നീ മറിഞ്ഞിരിക്കാൻ ഇടയുള്ള സ്ഥലങ്ങൾ തേടി ഞങ്ങൾ നടന്നു. ആ അതൊക്കെ പോട്ടെ, നീ ആ ഫോട്ടോ കാണിച്ചേ. ആള് കേട്ടതിനേക്കാൾ കരുത്തനാ, കൂർമ്മ ബുദ്ധിയാ, ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം. എന്തായാലും നീ പേടിക്കണ്ട, ഞങ്ങൾ തപ്പിയെടുത്ത് തരാം. ഒന്നുമില്ല, ഇട്ടാവട്ട വില്ലേജ് തപ്പിയാൽ മതിയല്ലോ, അല്ലാതെ നമ്മുടെ സിറ്റിയിലെ പോലെ. ഇവിടെ വന്നപ്പോൾ മുതൽ എന്തോ ഒന്നും അത്ര എളുപ്പമല്ലെന്നൊരു തോന്നൽ. ഇയാള് വീട് വിറ്റെങ്ങോ പോയെന്നറിയാം, പിന്നെ ഒന്നും എനിക്കറിയില്ല. വീട് ആർക്കാ കൊടുത്തത്? അതാ തെക്കൻ കടലിൽ ചെട്ടിയാർക്കാ. ആദ്യകാലം അയാളോ വീട്ടിൽ താമസിച്ചില്ല. ഈ ചെട്ടിയാരിപ്പോൾ അവിടെ ഉണ്ട്. എന്തിനാ ചെട്ടിയാരെ അന്വേഷിക്കണേ? അത് പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല. പോവാം. എല്ലാവർക്കും കള്ള് മേടിച്ചു കൊടുത്തത് മിച്ചം. ഇനിയിപ്പോ നമ്മൾ അടുത്ത ഗ്രാമങ്ങളിൽ കൂടി നോക്കണോ? ആരാ? ആരാണ്? ആരാ? എന്തിനാ ഞങ്ങളുടെ പിറകെ വന്നത്? നീ ദേവനല്ലേ? ഇങ്ങോട്ട് നോക്കിയേ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ജോസഫടാ ഞാൻ. പുഴക്കര വാറ്റ നടത്തിയിരുന്ന ഉണ്ടച്ചാമ്പറമ്പിൽ തോമസിന്റെ മകൻ ജോസഫേ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. ഇത് നീ തന്നെയാ, അല്ലാതെ ആരാ അയാളെ തേടി വരാൻ? ചേച്ചി, ചേച്ചിയേ, ചേച്ചി. എന്താടാ? ആ, ഞാൻ ചേച്ചിക്ക് വലിയ സന്തോഷമാവുന്ന ഒരു കാര്യം പറയാനാ ഓടിയത്. അതെന്ത് കാര്യാടാ? ആ, അച്ഛൻ ചേച്ചി പറഞ്ഞ എല്ലാ സാധനങ്ങളും മറക്കാതെ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല. ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ അച്ഛനും എന്നെ നല്ല പേടിയുണ്ടെന്ന്? ഇപ്പോഴാ ചേച്ചി എനിക്കത് മനസ്സിലായത്. ഇതാ നോക്ക്. ദമയന്തി പോയാലും നളന് ജീവിക്കാതിരിക്കാൻ പറ്റുമോ? എന്താടാ രണ്ടുപേരൊന്നും മിണ്ടാത്തെ? അരി സാധനങ്ങൾ എവിടെ? അരിയും സാധനങ്ങൾ വാങ്ങാൻ കാശ് വേണ്ടേ? കടം തരാൻ നിന്റെ അപ്പനിരിക്കണ കടയിൽ. കാശല്ലേ അച്ഛന്റെ കൈ തന്നയച്ചത്? അത് അത് പോയില്ലടി. അതെങ്ങനെ പോയി? അതൊരു കഥയാടി, കേട്ടാ നീ കരഞ്ഞു പോകും. ഇത്രയും പ്രായമായിട്ട് നിന്റെ അച്ഛൻ കരഞ്ഞു പോയി. അതെന്ത് സംഭവം അച്ഛാ? എടാ മോനെ, അരിയും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഞാൻ കേശവൻ നായരുടെ കടയിൽ പോയി. അരിയും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഞാൻ കേശവൻ നായരുടെ കടയിൽ പോയി. അപ്പോഴാണ് അറിയുന്നത് കേശവൻ നായരുടെ ഭാര്യ കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന സുബ്രഹ്മണ്യൻ്റെ കൂടെ ഒളിച്ചോടി പോയിന്ന്. പിന്നെ ഞാനും കേശവൻ നായരും കൂടി സുബ്രഹ്മണ്യനെ തപ്പായിറങ്ങി. അപ്പോഴാ പുഴക്കര നിന്ന് വേലപ്പം പറഞ്ഞത് അവർ രണ്ടുപേരും കൂടി മദിരാശിക്ക് തീവണ്ടി പിടിച്ചെന്ന് കേട്ടിട്ട് ചങ്ക് പൊട്ടിപ്പോയി. പിന്നെ ഒന്നും ആലോചിച്ചില്ല, അരി നാളെ ആയാലും മേടിക്കാലോ. ഭാര്യ പോയാലുള്ള വിഷമം തീർത്താ തീരുവോ? എത്ര സന്തോഷമായിട്ടാണെന്നറിയോ കേശവൻ നായർ വീട്ടിൽ പോയത്. അരി നാളെ വാങ്ങിക്കാലോ. കഴിഞ്ഞ ആഴ്ചയിൽ ഇതേ കേശവൻ നായരുടെ ഭാര്യയല്ലേ ഒളിച്ചോടി പോയത്?
അങ്ങനെ സംഭവിച്ചോ? അങ്ങനെയാണോടാ? അച്ഛാ ആ ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ അച്ഛനൊന്നും ഓർക്കണം, എന്റെ പ്രായത്തിലുള്ള ഒരു കുട്ടിയും ഈ നേരത്തെ ചന്തയിൽ പോവില്ല അത്താഴത്തിന് അരി വാങ്ങാൻ. അച്ഛനിങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ തന്നെ പെരുമാറണം.